നമസ്കാരം. ലോക നേതൃത്വം എക്കാലത്തും അമേരിക്കയുടെ ലക്ഷ്യമായിരുന്നു. ആഗോള ശക്തിയുടെ പദവിയിലേക്ക് കുതിച്ചുയർന്ന അമേരിക്കയെ ഏറെക്കാലം നിയന്ത്രിച്ചിരുന്നത് അതിൻ്റെ രാഷ്ട്രീയ മേധാവിത്വമായിരുന്നില്ല, മറിച്ച് ആയുധ വ്യാപാരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയും അതിനോട് അനുബന്ധിച്ച അന്തർദേശീയ കുത്തകകളുമാണ്. ലോകം മുഴുവൻ സമ്മർദ്ദങ്ങൾ സൃഷ്ടിച്ച് രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ച് മധ്യസ്ഥനായി കയറിക്കൂടി ലാഭം കൊയ്യുക എന്നതായിരുന്നു അമേരിക്കയുടെ പഴയ രീതി. എന്നാൽ ലോകം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ രാജ്യങ്ങൾ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൽപ്പര്യപ്പെടുന്നത് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തങ്ങളുടെ അർഹതയുടെയും കഴിവുകളുടെയും അടിസ്ഥാനത്തിലാണ്. ആയുധങ്ങൾ വിലയ്ക്ക് നൽകി രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ച് സമ്പദ്ഘടന വീർപ്പിച്ച അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ മറ്റു രാജ്യങ്ങൾ കൈവയ്ക്കുന്നത് അരോചകമാണ്. ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തിലും അപ്രമാദിത്വം ഉണ്ടാകണമെന്ന തോന്നലിൽ ഈ രാജ്യങ്ങൾ തമ്മിൽ വെടിനിർത്തൽ തീരുമാനം എടുത്ത സമയത്ത് അതറിഞ്ഞ ട്രംപ് വെടിനിർത്തലിന് ധാരണയായി എന്ന് എക്സിൽ പോസ്റ്റിട്ടത്. എന്നാൽ മൂന്നാം രാഷ്ട്രത്തിന്റെ ഇടപെടൽ എന്ന അവകാശവാദം ഭാരതം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ശേഷം ട്രംപിന് തൻ്റെ ഇടപെടലാണ് പ്രശ്നം പരിഹാരത്തിന് നാന്ദിയായത് എന്ന് ഉറപ്പിച്ചു പറയുവാനും കഴിഞ്ഞില്ല. എന്നാൽ ട്രംപിനെ വെറുത്തിരുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷം ഇക്കാര്യത്തിൽ ട്രംപിൻ്റെ വാക്കുകൾ മാത്രം തൊണ്ട തൊടാതെ വിഴുങ്ങുകയായിരുന്നു. തൻ്റെ അപ്രമാദിത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതിനെ ഇന്ത്യ കൈകാര്യം ചെയ്ത രീതിയും അദ്ദേഹത്തിന് ദഹിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ആപ്പിൾ CEO ടിം കുക്കിനോട് ഐഫോൺ ഉൽപ്പാദനം ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് മാറ്റാൻ അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ ചൈനയിലെ ഐഫോൺ ഉൽപ്പാദനം നിർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല, ചൈനയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന ചില താരിഫുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ഇന്ത്യ സ്വാഭാവിക വളർച്ചയിൽ ആണെന്നതുകൊണ്ട് അമേരിക്കൻ കമ്പനികളുടെ സഹകരണം കൂടുതൽ ആവശ്യമില്ല എന്ന കാരണമാണ് ട്രംപ് പറഞ്ഞതെങ്കിലും അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം അംഗീകരിക്കാതിരുന്ന ഇന്ത്യയുടെ നേർക്ക് അദ്ദേഹം നടത്തിയ സ്വാഭാവിക പ്രതികരണമായി ഇതിനെ വിലയിരുത്തണം. ദോഹയിൽ നടക്കുന്ന ബിസിനസ് മീറ്റിലും ട്രംപ് ഇത്തരത്തിൽ സംസാരിച്ചിരുന്നു. ഇന്ത്യ നോ ടാരിഫ് ഡീലിന് സമ്മതിച്ചു എന്ന് പറഞ്ഞ ട്രംപ് ഈ ചർച്ച എവിടെ വെച്ചായിരുന്നുവെന്നോ എന്തിന് സംസാരിച്ചുവെന്നോ ആര് സംസാരിച്ചുവെന്നോ വെളിപ്പെടുത്തിയില്ല. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ ഏത് തീരുമാനവും അന്യോന്യം ഗുണകരമാകണമെന്ന് മാത്രമാണ് ഇതിന് മറുപടിയായി പറഞ്ഞത്. സ്റ്റീലിനും അലുമിനിയത്തിനും ചുമത്തിയിരുന്ന അമേരിക്കൻ നികുതിക്കെതിരെ ആ രീതിയിൽ ഇന്ത്യ തിരിച്ചും നികുതി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞതും ഈ പശ്ചാത്തലത്തിലാണ്. എല്ലാത്തിൻ്റെയും അധികാരി ഞാൻ തന്നെ എന്ന് പറയുന്ന ട്രംപിൻ്റെ അവകാശവാദങ്ങൾ ഒന്നുകിൽ പ്രതികരിക്കാതിരിക്കുക, ഇല്ലെങ്കിൽ ശക്തമായ വിശകലനം നൽകി തിരിച്ച് മറുപടി പറയുക എന്ന രീതിയാണ് ഭാരതം അവലംബിക്കുന്നത്. ആഗോളതലത്തിൽ പ്രതിനിധികളെ ഇന്ത്യയുടെ അഭിപ്രായം പറയുവാൻ അയക്കുവാനുള്ള തീരുമാനം പതിവ് രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇത് രാജ്യം അമേരിക്കയോട് മാത്രമല്ല ലോകത്തിലെ എല്ലാവരോടും സംവദിക്കുന്നുവെന്ന് വ്യക്തമാക്കാൻ കൂടിയാണ്. ഇന്ത്യൻ വിദേശ നയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം രാജ്യത്തിൻ്റെ അഭിപ്രായം ആഗോളതലത്തിൽ കൂടുതൽ വ്യക്തതയോടെ അവതരിപ്പിക്കുവാനായി എന്നുള്ളതാണ്. ഇതിന് വിവിധ പ്രതിനിധികളെ ഒരുമിച്ച് അയക്കുകയാണ് രാഷ്ട്രം. ഐക്യരാഷ്ട്രസഭയിൽ G20 ചർച്ചകളിൽ ബ്രിക്സ് സമ്മിറ്റുകളിലും ഇന്ത്യയുടെ ശബ്ദം കേൾക്കപ്പെടുന്നുണ്ട്. ഇനി ഇന്ത്യ സംവദിക്കുന്നത് അമേരിക്കയോട് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളോടുമാണ്. ഈ സ്വതന്ത്രത അമേരിക്കയുടെ ആധികാരികതയ്ക്ക് തിരിച്ചടിയാകുന്നു. സ്വാഭാവികമായും അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്നത് ഒരു എക്സ്ക്ലൂസീവ് ഇമ്പോർട്ടൻസ് ആണ്. ലോകശക്തിയായി വളർന്നു എന്ന് വിലയിരുത്തപ്പെടുന്ന ഭാരതം സംസാരിക്കേണ്ടത് ഇനി ലോകത്തിനോടാണ് എന്നും ഈ നീക്കം ഉറപ്പിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധ വ്യവസ്ഥയിൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾക്കുള്ള പ്രാധാന്യം ഇന്ന് നേരിയതല്ല. പുതിയ കാലയളവിൽ ഇന്ത്യ നിർമ്മിച്ച ഡ്രോണുകൾ, മിസൈലുകൾ, സ്മാർട്ട് ബോംബുകൾ എന്നിവ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മത്സരക്ഷമത നേടിയിട്ടുണ്ട്. ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ നിസ്സാരമാക്കാനാവില്ലെന്ന് അമേരിക്ക ഉൾക്കൊള്ളേണ്ടി വന്നിരിക്കുന്നു. ഫ്രാൻസ് ഇന്ത്യ സഖ്യത്തിലൂടെ ഇന്ത്യക്ക് ലഭിച്ച റഫേൽ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനെതിരെ വിജയകരമായി ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ അമേരിക്കയിലെ സുരക്ഷാ വ്യവസായത്തെ തന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അമേരിക്കൻ F-16 അടിച്ചു വീഴ്ത്തിയതിലും അതുമൂലം പാകിസ്ഥാനിലേക്കുള്ള ആയുധ വിൽപ്പനയ്ക്ക് തിരിച്ചടിയുണ്ടായതുമാണ് ട്രംപിനെ മറുവശത്ത് പ്രതികരിക്കുവാൻ പ്രേരിപ്പിച്ചത്. അമേരിക്കയുടെ F-16 ഇന്ത്യ അടിച്ചിട്ടതും ഇന്ത്യയുടെ ഫ്രാൻസ് നിർമ്മിത യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന് കനത്ത നാശം വിതച്ചതും ഇന്ത്യൻ നിർമ്മിത ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാനിൽ നടത്തിയ വൻ ആക്രമണത്തിലും അമേരിക്കയുടെ ആയുധ കച്ചവടത്തിന് ഭീഷണിയാകുമോ എന്ന് ട്രംപ് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് അമേരിക്കയ്ക്ക് ഉറപ്പാണ്,
അമേരിക്കയുടെ വിരൽ തുമ്പിലെ പാവയാകാൻ ഇനി പാകിസ്ഥാനെ പോലും കിട്ടില്ല. ഏഷ്യയിൽ ഉടലെടുത്ത നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമാകുമോ എന്ന ഒരു ചർച്ച ആയുധ മേഖലകളിൽ നടക്കുമ്പോൾ യുദ്ധത്തിൽ നശീകരണ ശക്തി തെളിയിക്കപ്പെട്ട ഇന്ത്യയുടെ ആയുധങ്ങൾ കൂടി ചർച്ചയാകും എന്നുള്ളത് നിശ്ചയമാണ്.